പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, CPI കുറിച്ചാണ് ഈ ചർച്ച. CPI നാളെ എന്നാണ് തിരകളൊക്കെ ഉണ്ടാവും, CPI എന്തോ പൊട്ടിത്തെറിക്കും, CPI മന്ത്രിമാരെ പിൻവലിക്കും, CPI മുന്നണി മാറുന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കാൻ തുടങ്ങി 2 ദിവസമായിട്ടുണ്ട്. അതിന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിലേ പറഞ്ഞു. ബഹുമാനപ്പെട്ട ബിനോയ് വിശ്വം കൃത്യമായ മറുപടി പറഞ്ഞിരിക്കുന്നു. ഒന്നും സംഭവിക്കത്തില്ല. നാളെ നമ്മൾ ഈ ചർച്ച ഒന്നും സംഭവിക്കില്ല, വെറുതെ ഒരു യോഗം ചേർന്നു അങ്ങ് കേട്ടോ, നമ്മളാരും കേട്ടില്ല. അല്ല, അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? പറയാം, ഇതൊരു സർക്കാരാണോ, ഇതൊരു മുന്നണി മര്യാദയാണോ, ഞങ്ങളെ ഇരുട്ടിൽ നിർത്തുകയാണെന്ന്. അല്ല, അതൊക്കെ പറഞ്ഞു. അല്ലെന്നേ അത് എന്നെ ഒന്ന് പറയിപ്പിക്കൂ. എന്റെ സുഹൃത്തായ ഞങ്ങളുടെ മന്ത്രിയായ വി ശിവൻകുട്ടിയുടെ പത്രസമ്മേളനം ഞാൻ കണ്ടു. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, കാവ്യവൽക്കരണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും NEP ഒന്നും ഇവിടെ നടപ്പാക്കിയില്ല. സ്മാരകത്തിലേക്ക് ശിവൻകുട്ടി പോയത് വാർത്താ സമ്മേളനത്തിന് അടുത്ത ഘട്ടത്തിലേക്ക് വരൂ. ശിവൻകുട്ടി പോയില്ലോ, NM സ്മാരകത്തിലേക്ക് പോയില്ലേ? എന്നിട്ട് അവിടെ പോയിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയല്ലോ, 30 മിനിറ്റ് ഉണ്ടായിരുന്നു കൂടിക്കാഴ്ച. എന്തെങ്കിലും മിണ്ടിയോ അതിനുശേഷം? ബിനോയ് വിശ്വം പറഞ്ഞോ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് ശിവൻകുട്ടി പോയി. അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷമാണല്ലോ പ്രകാശ് ബാബുവിന്റെ അടക്കം പ്രതികരണം വരുന്നത്. എം എ ബേബി കഴിവില്ലാത്ത ജനറൽ സെക്രട്ടറി എന്ന് വരെ പറഞ്ഞില്ലേ? അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ഇതൊക്കെ രാഷ്ട്രീയ വിഷയത്തിൽ ഒരു പേഴ്സണൽ അഭിപ്രായമല്ല. ഇത് ഈ ഒരൊറ്റ വിഷയത്തിലാണ്. എം എ ബേബി ഒപ്പിട്ടത് അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മിണ്ടിയില്ല. അദ്ദേഹത്തിന് മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. നിസ്സഹായതയാണ്, മൊത്തം നിസ്സഹായതയാണ്. നിങ്ങൾക്കും നിസ്സഹായതയാണ്. നിങ്ങളിപ്പോൾ ലീഗിനെ ഭയക്കുന്നു എന്ന കാര്യത്തിൽ ലീഗ് മറുപടി പറയട്ടെ. നിങ്ങളിപ്പോൾ ഭയമല്ലാതെ നെഞ്ചു വിരിച്ചു പോയി ഒപ്പിട്ടതാണോ കണ്ടത്? അല്ല, ഞാൻ CPI കുറിച്ച് പറഞ്ഞാൽ കടന്നു പോകുന്ന ഒരു വാക്കിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ബിനോയ് വിശ്വം ഈ പറയുന്ന വി ശിവൻകുട്ടിയായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പത്രസമ്മേളനം നടത്തിയത് അത് സ്മൃതി മറന്നുപോയോ? ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ബോധ്യമായെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എന്നാ? അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട രാജ പറഞ്ഞത്, ദേശീയ സെക്രട്ടറി പറഞ്ഞത് അത് സംസ്ഥാന ഘടകം തീരുമാനിക്കട്ടെ എന്നുള്ളവരും. അപ്പൊ നാളെ ഈ വിഷയം അവരെ ബോധ്യപ്പെടുത്തണം. അവരുടെ ആശങ്കയ്ക്കൊക്കെ അടിസ്ഥാനമുണ്ട്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. ന്യായമാണ്. അത് നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് രാത്രി വരും. നാളെ അത് അവർക്ക് നാളെ ബോധ്യമാകും. കാരണം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട ഷിബു ബീരാന് നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ നയവ്യതിയാനം, രണ്ടാമത്തത് മുന്നണി മര്യാദ ലംഘിച്ചു. രണ്ടും ഇപ്പോൾ പിണറായി വിജയൻ വന്ന് ബിനോയ് വിശ്വത്തെ വിളിച്ചാൽ ക്ലിയർ ആവും അല്ലേ? അല്ല, ഞങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൽ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ ഘടകകക്ഷികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാനുള്ള അവസരമുണ്ട്. ഇവരെ പോലെ ഒളിച്ചിട്ട് പേടിച്ചിട്ട് VD കാണുമ്പോൾ മുട്ടുപറിക്കുന്ന ഘടകകക്ഷികളൊന്നുമല്ല ഞങ്ങളുടെ കൺവീനറെ കാണുമ്പോൾ ഞങ്ങളുടെ ഘടകകക്ഷികൾ. അതൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല. അത് കൃത്യമായ രീതിയിൽ അവരുമായിട്ട് പറഞ്ഞ് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തും. കേട്ടില്ല? പക്ഷെ ഒപ്പിടുമ്പോ പറയില്ല. അല്ല, ഒപ്പിടേണ്ട അനിവാര്യത എന്താണെന്നുള്ള അവരെ ബോധ്യപ്പെടുത്തും. അനിവാര്യത അവരെ ബോധ്യപ്പെടുത്തും. അതുകൊണ്ടാണല്ലോ ധാരണാപത്രമായ ശേഷം വിദ്യാഭ്യാസ വകുപ്പിൽ യാതൊരു നയവും മാറ്റമില്ലാതെ കൊണ്ട് ഇത്രയും കോടി രൂപ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണ്. പ്രത്യേകതരം ഒരു സ്കീമാണ് കേരളത്തിന് വേണ്ടി അല്ലേ? നോക്കൂ, ഈ NEP എത്ര മികവോടെ നടപ്പാക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നോക്കൂ ശ്രീ റെജി ലൂക്കോസ്, NEP എത്ര മികവോടെ നടപ്പാക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളുകളുടെ മൂല്യനിർണ്ണയം വരിക. അപ്പോൾ ഈ മികവ് എന്നത് അവരുടെ അടിസ്ഥാനത്തിൽ, അവരുടെ മാനദണ്ഡത്തിലാണ് ആ മികവ് നിശ്ചയിക്കുക. ആ മികവ് നിശ്ചയിക്കുമ്പോൾ എന്താകും ഇവിടുത്തെ സ്കൂളുകളുടെ സ്ഥിതി? ഞങ്ങളിവിടെ വേറെ ലൈനാണ് എന്ന് പറഞ്ഞാൽ അത് നടപ്പാവില്ലെന്നേ. അത് കരിക്കുലം ജസ്റ്റ് അതിന്റെ നോംസ് എന്താന്നുള്ളതൊന്ന് റീഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. ഓരോ സംസ്ഥാനത്തിനും വിദ്യാഭ്യാസ നയത്തിൽ അതിൻ്റെതായ പവറുണ്ട്. അതാണ് ഫെഡറൽ സിസ്റ്റത്തിന് നമ്മുടെ എന്നോർത്തോണ്ട് 100% ഒന്നും ഒരു സംസ്ഥാനത്തിനും സ്വതന്ത്രമായിട്ട് ഭരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയണം, ഈ കേൾക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ എന്റെ കടക്കൽ കത്തിവയ്ക്കുന്ന നടപടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2020 തൊട്ട് നിങ്ങളുടെ നേതാക്കളൊക്കെ നടത്തിയ പ്രതികരണങ്ങൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ, എന്തിനാ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ എന്തുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കണമെന്ന 15 പോയിന്റുകൾ ഇപ്പോൾ അത് കിടക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ, അങ്ങേക്ക് പോയി വായിക്കാം. അപ്പോൾ ആ കാരണങ്ങൾ ഒക്കെ ഇപ്പോൾ നിങ്ങൾ റദ്ദാക്കിയാണ്. NEP എന്നാൽ ഇവിടെ ഞങ്ങളുടെ രീതിയിൽ നടപ്പാക്കും, ഞങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രത്യേകതരം സംവിധാനം അല്ലേ?
അല്ല, അത് സംസാരത്തിന് സ്വാതന്ത്ര്യ. കേരളത്തിൽ ഇതിനെതിരെ പടം അപ്പൊ പിന്നെ എന്തിനായിരുന്നു ഈ പടം പൊരുതിയതെന്നേ? ഇവിടെ പ്രത്യേക സ്വാതന്ത്ര്യം എന്തിനാണ് ഈ 3 കൊല്ലം പടം പൊരുതിയത്? എന്തിനീ കോടികൾ വേസ്റ്റ് ആക്കി? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.